ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാ നിഷാൻ? സുജേത കൃപലാനി. ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കർ, ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ഷാനോ ദേവി. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിതയോ? നമ്മുടെ ലോക്സഭയുടെ പാർലമെന്റിൽ സ്പീക്കറായിട്ടുള്ള ആദ്യത്തെ വനിത മീരാകുമാർ. ആരാ? മീരാകുമാർ. നിഷ വന്നാൽ ചോദിക്കാൻ വന്ന ചോദ്യത. മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ കേരള വനിത. മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ കേരളീയ വനിത ജാനകി രാമേന്ദ്രൻ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ അല്ലേ, ജാനകി രാമേന്ദ്രൻ. ഓക്കെ, പിന്നെ ഒന്ന് കൺഫേം ചെയ്തേ. ജാനകി രാമേന്ദ്രൻ അതെ ആയിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി മലയാളിയും കൂടിയാ, ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. പിന്നെ അടുത്ത ചോദ്യം, ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത. ലീല സേത്ത്. ലീല സേത്ത് ആണേ. ഹൈക്കോടതിയിലെ നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാ? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത. സുജാത മോഹൻ ആരാ? പാട്ടുകാരിയാണ്. സുജാത മനോഹർ. ആരാ നിഷാന സുജാത മനോഹർ? കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. പക്ഷെ സുജാത മനോഹർ പേര് കേട്ടാൽ അറിയാലോ മലയാളി അല്ലെന്ന്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആരാ? അവനോട് കെ ഉഷ. ഇന്ത്യയിൽ ഒരു ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത, ഒരു ക്ലൂ തരാം, മലയാളി കൂടിയാണ്. ഇന്ത്യയിൽ ഒരു ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത. നിബി അവിടെ ഉണ്ടോ? ആരാ? ശരിയാ. ഏതാ? ആരാ നിഷാടെ? അന്ന ചാണ്ടി. അപ്പൊ അങ്ങനെയാണ് വേറൊരു ചോദ്യം, ഓമന കുഞ്ഞമ്മ ആരാ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. പക്ഷേ ആദ്യത്തെ ജഡ്ജിയായ ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ചോദിച്ചാൽ ലീല സേത്ത്. അപ്പൊ പിന്നെ ആരാ? ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫാത്തിമ ബീവി. നോക്കാമെങ്കിൽ നല്ലായിരുന്നു. നിഷാൻ ഒന്ന് നോക്കാം അവിടെ. അങ്ങനെയാണ് ഈ ഫാത്തിമ ബീവിക്ക് മറ്റൊരു സംസ്ഥാനത്തിലെ ഗവർണർ ആകുന്ന ആദ്യത്തെ മലയാളി വനിത. ഏതെങ്കിലും ഗവർണർ ആകുന്ന ആദ്യത്തെ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ഗവർണർ ആയിട്ടുണ്ട്. ഓക്കെ. നിഷാൻ, കേന്ദ്രത്തിലെ മന്ത്രിയായ ആദ്യത്തെ വനിത. കേന്ദ്ര ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു ഫസ്റ്റ്, ആദ്യം തന്നെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു അവര്. ഡൽഹിയിലെ എയിംസിന്റെ ഒക്കെ രൂപീകരണ സമയത്തും ഇവര് തന്നെയായിരുന്നു. ആരാ? രാജ്കുമാരി എന്നാ തുടങ്ങുന്നത്. രാജ്കുമാരി അമൃത് കൗർ ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റിസ് ഫാത്തിമ ബീവി ഹൈക്കോടതി. അത് ഓക്കെ, പടം കണ്ടു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടോ നോക്കിയേ. നോക്ക്. എന്താ പറഞ്ഞു വന്നേ? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. ശരിയായ ഉത്തരവാണ്. നിഷാൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. അപ്പൊ പിന്നെ ഇതാരാ? ഓമന കുഞ്ഞമ്മ ആരാ? മജിസ്ട്രേറ്റ്. ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് അന്ന ചാണ്ടി. ഹൈക്കോടതി ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത. ചീഫ് ജസ്റ്റിസ് ആണോ? ചീഫ് ആയിട്ടില്ല അല്ലേ? Okay. Fatima Bibi was an Indian judge who was Justice of Supreme Court of India. ഓക്കെ, അതെന്തിലാട്ടെ, നീ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രിയുടെ കാര്യം പറഞ്ഞു, കേന്ദ്ര മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാ? കെ ആർ ഗൗരിയമ്മ. ശരിയായ ഉത്തരവാണ്. കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൽഹി സുൽത്താൻമാരുടെ കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന ഒരു വനിതയുണ്ട്. ഇപ്പം ഡൽഹി മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ട്. സുൽത്താൻ പീരീഡിൽ ഡൽഹി ഭരിച്ചിരുന്ന ഏക സുൽത്താൻ റസിയ സുൽത്താന. സുൽത്താന റസിയ. ആരാ നിഷാൻ? റസിയ സുൽത്താൻ. നിന്റെ കൈക്ക് എന്നാ പറ്റി? എന്നെ വേഗം പറ്റില്ല, ഞാൻ നൂലിൻ്റെ ഇത് സുൽത്താന റസിയ. സുൽത്താന റസിയ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരതി സാഹ. നമ്മൾ ശരിക്കും പറഞ്ഞ ഞാൻ ഉണ്ടായിരിക്കുകയാണ്. നിബിയാണല്ലോ ഉത്തരം പറയുന്നത്. ആരതി സാഹ ആരാ? അവിടെ നീന്ത് നോക്കി. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആദ്യത്തെ വനിതാ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷാൻ, നീ തകർന്നടാ. നിന്നെ അവൻ അങ്ങ് തീർത്ത്. VS രമാദേവി. ഓക്കെ, പനിയായതുകൊണ്ടോ എന്നാ സമാധാനത്തിൽ പറഞ്ഞാൽ മതി. ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ദിവ്യ കാണുന്നില്ല. ഉത്തരം പറ, അറിയാവോ ആർക്കെങ്കിലും? ഏഷ്യൻ ഗെയിംസിൽ സ്വർണം കമൽജിത്ത് സന്ധു. ആരാ? നിഷാൻ ആരാ? അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത? നീ ഏത് ഭാഷയാ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതെ, ആരാ ഉത്തരം? ആരാ? കർണം മല്ലേശ്വരി. ഖേൽരത്ന അവാർഡ് കിട്ടുന്ന ആദ്യത്തെ വനിതയും കർണം മല്ലേശ്വരിയാണ്. കമൽജിത്ത് സന്ധു. അർജുന അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളി വനിത KC ഏലമ്മയല്ലേ? KC ഏല, അത് KM ബീനാമോൾ, അതൊക്കെയാണ്, അത് വേറെ. ഇത് KC ഏലമ്മയ്ക്ക് സഹോദരനുണ്ടോ? ഓ, എനിക്കറിയത്തില്ല. ഭാരതരത്ന നേടിയ ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധി. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ വനിത അരുന്ധതി റോയ്. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. പിന്നാരാ? ഓക്കെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ വൈസ് ചാൻസലറായ ആദ്യത്തെ വനിത. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലാണ്. ചാൻസലർ ഗവർണർ അല്ലേ? സുജാത മനോഹർ. ആരാ? അല്ലേ? വെറും ജാൻസി ജെയിംസ്. നീ ഇത്രയും അങ്ങ് മലയാളത്തിന് ജാൻസി ജെയിംസ്. സമാധാനത്തിൽ പറഞ്ഞാൽ മതി. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ പറ. ആർ ശ്രീലേഖ IPS. നിഷാൻ, ആർ ശ്രീലേഖ IPS കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആണല്ലോ. എങ്കിൽ വനിതാ IPS ഉദ്യോഗസ്ഥയാണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥ? ആ, കിരൺ ബേദി. ആരാ? എന്തുവാ? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യത്തെ അവാർഡ് തന്നെ കിട്ടിയത് ഒരു വനിതയ്ക്കാ. ദേവിക റാണി റോറിച്ച്. മികച്ച നടിക്കുള്ള അവാർഡ് ഉർവശി അവാർഡാണ്. അത് ആദ്യം കിട്ടിയത് ആർക്കാ? നർഗീസ് ദത്തിനാണ്. നിഷാൻ, ആർക്കാ? നർഗീസ് ദത്തിന്. തമാശ. എടാ, നിഷാൻ അന്ന് ഉർവശി അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളി വനിത. മലയാളിയാണെന്ന് അറിയത്തില്ല, മലയാള സിനിമയിൽ നിന്ന് കിട്ടിയത്. മമ്മ വരുന്നുണ്ടോ? ശാരദ. എന്താ? ആ, ബാക്കി ചോദിക്കാം. ബെല്ലടിക്കുന്നു.